നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ഭൂചലനം 1.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ താമസക്കാർക്ക് നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഫുജൈറ ദിബയിലെ അൽ റബീബ് മേഖലയിൽ രാത്രി 10:27 ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പക്ഷേ പ്രദേശത്ത് അപകടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിലെ നാഷണൽ സെയ്സ്മിക് നെറ്റ്വർക്കാണ്. സെപ്റ്റംബർ 1 ഫുജൈറയിലെ മസാഫി മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 2.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. ഇതിനു മുന്നേ ഓഗസ്റ്റ് 18 ദിബ തീരത്ത് 3.0 തീവ്രത രേഖപ്പെടുത്തി. റിക്ടർ സ്കെയിലിൽ 2.8 തീവ്രത രേഖപ്പെടുത്തി. മാത്രമല്ല, ചെറിയ ഭൂചലനം യുഎയിൽ ജൂൺ 8 രാത്രിയോടെ മസാഫിയിലും രേഖപ്പെടുത്തുകയുണ്ടായി. മെയ് 29 ഒമാൻ കടലിലുണ്ടായ ചെറിയ ഭൂചലനം, അതിൽ നിന്ന് യുഎയിലെ താമസക്കാർക്കും ഭൂചലനം അനുഭവപ്പെടുകയുണ്ടായി. മെയ് 29 റാസൽ ഗൈമ തീരത്ത് 3.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും പിന്നീട് 2.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായി. അതേസമയം 2 ദിവസം മുന്നേ സൗദി അറേബ്യയിലെ ജിസാൻ പ്രവിശ്യയിൽപ്പെട്ട അൽ ഷുഗൈന് സമീപം നേരിയ ഭൂചലനം ഉണ്ടായി. അൽ ഷുഗൈന് തെക്ക് ഉച്ചയോടെയാണ് ഭൂചലനം ഉണ്ടായതെന്ന് സൗദി ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കിയിരുന്നു. റിക്ടർ സ്കെയിലിൽ 2.5 ഡിഗ്രി തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. ഭൂചലനത്തിന് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സൗദി ജിയോളജിക്കൽ സർവേ വക്താവ് താരിഖ് അബൽ ഗൈൽ വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല, ഈ മാസത്തിന്റെ തുടക്കത്തിലും യുഎയിൽ നേരിയ ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 2.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. യുഎയിലെ മസാഫിയിലാണ് ഇത് അനുഭവപ്പെട്ടതെന്ന് നാഷണൽ സെയ്സ്മിക് നെറ്റ്വർക്ക് അറിയിച്ചു. പ്രാദേശിക സമയം 7:53 മസാഫിയിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. 1.6 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനം. താമസക്കാർക്ക് നേരിയ പ്രകമ്പനം നേരിടുകയുണ്ടായി. അതേസമയം ഭൂചലനം കാരണം പ്രത്യാഘാതങ്ങളൊന്നും യുഎയിൽ ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി.